എന്താ എടാ കിട്ടിയാ? എടാ ഒരു മിനിറ്റ്, ഇപ്പൊ പറയാം. നോക്ക്, ആശാൻ ഇവിടെ ഉണ്ട്. അവനവിടെ എന്തോന്ന് എടുക്കുന്നേ? ഇവനെ കൊണ്ട് ഞാൻ വാ പോകാം. ഞാൻ വരണോ? നീ പോയിട്ട് വാ. വേണം, നീ വരണം. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാലേ അത് ശരിയാവത്തില്ല. ഇല്ലടാ, ഞാൻ ഓക്കെയാണ്. നീ പോയിട്ട് വാ. ചെല്ല് നീ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓക്കെയാണ്. നീ അവനെ പോയി കൂട്ടിയിട്ട് വാ. ഞാനെന്നാ പോയിട്ട് വരാം. പിന്നെ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി വെക്കരുത് നീ, കേട്ടല്ലോ? ഓ കേട്ടു. Cross my heart and hope to die. Welcome to my dark side. Watch it go the key. My mama told me I can't be something big. We on fire, the naughty we higher. The we all I got and we. And everybody watch it go the key. My mama told me I can't be something big. We on fire, the naughty we higher. The എന്റെ പൊന്നിലെയോ, നീ ഇവിടെ എന്തോന്ന് എടുക്കാ? നീയോ? അല്ല, നീ എന്താ ഇവിടെ? എന്തായാലും എടുക്കട്ടെ. നീ എന്താ ഇവിടെ? നിനക്ക് എന്താ ലിയോ? എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ഒന്നുമില്ലേ ലിയോ? നീ ഇങ്ങനെ സില്ലി ആവാതെ. അവൾ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞ് നീ അവിടെ നിന്ന് ഇറങ്ങി പോരാണോ ചെയ്യണ്ടേ? നീ അവന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. നീ ഇങ്ങനെ ഇറങ്ങി പോന്നപ്പോ അവൻ എന്തോരം ഹേർട്ടായിട്ടുണ്ടെന്ന് അറിയോ? അവനെ ഓർത്തുകൊണ്ട് തന്നെയാ ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ലിയോ, ഞാൻ പറയുന്നൊന്ന് നീ കേൾക്ക്. എടാ, അവള് ചിലപ്പോൾ വല്ല പോസസീവ്നെസ്സിന്റെയോ ജലസിന്റെയോ പുറത്ത് പറഞ്ഞതായിരിക്കും അങ്ങനെയൊക്കെ. അല്ലെങ്കിലും അവളെ കുറ്റം പറഞ്ഞെന്തിനാ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന എന്നെ മൈൻഡ് ആക്കാറുണ്ടോ? അപ്പോൾ അതുപോലെയൊക്കെ അവൾക്കും തോന്നിയപ്പോൾ അവളൊന്ന് എന്തൊക്കെ പറഞ്ഞു പോയതായിരിക്കും. ഓക്കെ, നീ പറഞ്ഞതുപോലെ അവളൊരു ജലസിന്റെയോ അല്ലെങ്കിൽ ഒരു പോസസീവ്നെസ്സിന്റെ പുറത്ത് എന്നോട് പറഞ്ഞതാണ് അങ്ങനെയൊക്കെ എങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങി പോരില്ലായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. പിന്നെന്താ? നീ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, എനിക്കറിയത്തില്ല എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്തൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ അവർക്ക് വന്ന ഫോൺ കോളോ? നീ എന്താ പറയുന്നത്? നീ പറഞ്ഞതുപോലെല്ലാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇന്ന് ഇവിടെ നിന്ന് പൊക്കോളും. നീ അവരൊന്നും ചെയ്യരുത് പ്ലീസ്. അതാ ഞാൻ പിന്നെ ഒന്നും നോക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോന്നെ. അവന് കുറെ ഹേർട്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കപ്പം അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. എടാ, എന്നിട്ടെന്താ നീ അവനോട് പറയാണ്ടിരുന്നേ? എടാ, അപ്പോ എനിക്ക് അവനോട് പറയാൻ തോന്നിയില്ല. അവനോട് പറയണം. പക്ഷേ അതിനു മുമ്പ് ആ കോളിന് പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവനോട് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ നിനക്ക് നേരെ വീട്ടിലേക്ക് അങ്ങ് വരാറുന്നില്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്ന മനുഷ്യനെ ടെൻഷൻ ആക്കാനാ? അത് പിന്നെ എനിക്ക് കുറച്ചൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ തോന്നി. അതാ നിന്റെ ഒരു ഒറ്റയ്ക്കിരിപ്പ് ഞാൻ ശരിയാക്കി തരാം. ഞാൻ ചിരിക്കല്ല നീ.
ആടാ പറ. എപ്പോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താടാ? എടാ ധാരേച്ചി മിസ്സിംഗ് ആന്ന്. ഇച്ചായ എന്തുണ്ടായേ? എന്താ പറ്റിയോ? അത് എന്താടാ? എന്താ പറ്റിയേ? ഇച്ചായ പറ, എന്താ ഉണ്ടായേ? എടാ ഇവിടെ എത്തിയപ്പോ അവള് കുറച്ച് ബട്ടർഫ്ലൈസിനെ കണ്ടു. അപ്പൊ എന്നോട് കാറ് നിർത്ത് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവള് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. ഞാൻ ആണെങ്കിൽ എനിക്കൊരു കോള് വന്നോണ്ട് ഞാൻ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. കോള് കട്ട് ചെയ്ത ശേഷം ഞാൻ അവളെ ഇവിടെ എല്ലാം നോക്കി, കണ്ടില്ലടാ. ബട്ടർഫ്ലൈസോ? എന്നിട്ടിപ്പോ ഇവിടെ ഒരെണ്ണത്തിനെ പോലും കാണാനില്ലല്ലോ. ജസ്റ്റ് ശരിക്കും ബട്ടർഫ്ലൈസിനൊക്കെ കണ്ടതാണോ? ആടാ ഞാൻ കണ്ടതാ, അവളെന്നെ കാണിച്ചു തന്നതാ. ഒന്നോ രണ്ടോ ഒന്നല്ല, ഒരു കൂട്ടം തന്നെ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പൊ എവിടെ പോയി എനിക്കറിയില്ല. ഞാൻ കോളേജ് വരുമ്പോ ഇവിടെ ബട്ടർഫ്ലൈസിനൊന്നും ഞാൻ കണ്ടില്ല. ജസ്റ്റിൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ധാര പ്രഗ്നന്റ് ആണോ? അലക്സി എന്താടാ? വെയിറ്റ്, ഞാൻ പറയാം. ജസ്റ്റിൻ പറ, ധാര പ്രഗ്നന്റ് ആണോ? അതെ, ധാര പ്രഗ്നന്റാ. നീ എന്താ അങ്ങനെ ചോദിച്ചേ? എന്നിട്ട് ഞാനെന്താ ഞങ്ങളോട് പറയാണ്ടിരുന്നേ? എടാ വേറൊന്നും കൊണ്ടല്ല പറയാണ്ടിരുന്നേ, ഇന്നലെ അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ കരുതി ഇവിടെ വന്നിട്ട് നിങ്ങളോടൊക്കെ പറയാന്ന്, അതുകൊണ്ടാ. അതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ എത്രയും പെട്ടെന്ന് ധാരേനെ കണ്ടുപിടിക്കാൻ വേണ്ടത്. അറിയാലോ, അവളിപ്പോ ഒറ്റയ്ക്കല്ല ഉള്ളത്. അവള് മിസ്സിംഗ് ആയിട്ട് അധികം സമയം ആയിട്ടില്ലാത്ത സ്ഥിതിക്ക് ഉൾക്കാട്ടിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സോ നമുക്കൊരു 3 ഗ്രൂപ്പായിട്ട് പിരിയാം. എന്നിട്ട് അവളെ കാണുവാണെങ്കിൽ പരസ്പരം അങ്ങോട്ട് വിളിച്ചാൽ മതിയല്ലോ. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ധാരേച്ചിനെ കണ്ടുപിടിക്കണം. ഒരു പക്ഷേ ധാരേച്ചിന് കാട്ട് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ വഴിയറിയാണ്ട് സ്റ്റക്കായി നിൽക്കുവാണെങ്കിലോ? അങ്ങനെ ഒരു ചാൻസ് ഞാനും കാണുന്നു. ചിലപ്പോ വഴിയറിയാണ്ട് സ്റ്റക്കായി നിൽക്കുവായിരിക്കും. എന്നാ ഇനി ടൈം കളയണ്ട, വായോ. അല്ല, ഒരു മിനിറ്റ്, ധാരയുടെ ഫോൺ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അവളുടെ ഫോൺ എനിക്കിത് ഇവിടെ കിടന്ന കിട്ടിയത്. ഏയ് ടെൻഷൻ ഒന്നും ആവണ്ട, നമുക്ക് കണ്ടുപിടിക്കാം, വായോ. എടാ, നിനക്ക് എന്തെങ്കിലും വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കെന്തോ നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഡാർക്ക്നെസ് വല്ലാണ്ട് കൂടി വരുന്ന പോലെ. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. പിന്നെ നീ ഇനി പേടിക്കണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്. ഇപ്പൊ ഒരു സമാധാനമായി. അപ്പൊ നിനക്ക് തോന്നിയില്ലേ? അപ്പൊ ഇന്നല്ലാണ്ട് എനിക്കും തോന്നിയതാ. പിന്നെ ഇനി പറഞ്ഞു പേടിപ്പിക്കണ്ടല്ലോ എന്നോർത്തിട്ടാ. എടാ ഇതെന്താടാ, നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഡാർക്ക്നെസ് കൂടി വരുന്നത്? എടാ ഞാനും ശ്രദ്ധിച്ചു. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ വല്ലാണ്ട് ഇരുട്ട് കൂടി വരുന്നുണ്ട്. എടാ നോക്കിയിട്ട് വല്ലാണ്ട് ഇരുട്ട് കൂടി വരുന്നു. നമ്മളിനി എവിടാന്ന് വെച്ചിട്ടാ നമ്മളെ കണ്ടുപിടിക്കുക? ടെൻഷൻ ആവാതെ വാ, നമുക്ക് തിരിക്കാം, നമുക്ക് നോക്കാം. വാ.
Cross my heart and hope to die. Welcome to my dark side. താര മോളെ കണ്ണു തുറക്കടി. എടി നിനക്ക് എന്താ പറ്റി താര? ഏട്ടതി ഏട്ടതി താര എടി കണ്ണു തുറക്കടി താര. എടാ എന്റെ താര നോക്കിക്ക് ധാരച്ചിക്ക് ഒന്നുമില്ല. നോക്കിക്ക് ധാരച്ചിട്ട് കണ്ണു നോക്കുന്നു. നോക്ക് എന്താ പറ്റി നിനക്ക്? നീ എവിടെയായിരുന്നു? ഞാനവിടെ കണ്ടത് അക്കു അവിടെ. അവള് വീട്ടിലെടുത്തി. വീട്ടിലോ? അപ്പോ ഞാൻ കണ്ടത്, ഞാനവിടെ കണ്ടായിരുന്നു അക്കുവിനെ. അത് ആരാ സത്യത്തില് എന്താ സംഭവിച്ചേ? നീ അവളെ എവിടെ കണ്ടെന്നാ? ഞാൻ ആ ബട്ടർഫ്ലൈസിനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് എന്തൊരു ഡാർക്ക്നെസ് അതെൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പിന്നെ നോക്കുമ്പോൾ ഞാൻ എവിടെയാണ് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ മുന്നിൽ കണ്ട വഴിയിലൂടെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ പോയപ്പോൾ ഒരു മുറിക്കുള്ളിൽ, ഒരു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറിക്കുള്ളിൽ ഞാൻ അവളെ കണ്ടായിരുന്നു. അത് ഏട്ടത്തിക്ക് വെറുതെ തോന്നിയതായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് ഏട്ടത്തി നമുക്ക് വീട്ടിലേക്ക് പോകാം. എടാ അമാരെ വിളിച്ച് പറ താര കിട്ടീനെ. ഞാനത് വിട്ടു പറയാം. അച്ഛോ ഇതെവിടെയായിരുന്നു? കുറെ ആയില്ലോ കണ്ടിട്ട്. അത് പിന്നെ എങ്ങനെ കാണാനാ, കുറെ ആയില്ലേ ഞാനിവിടെ നിന്ന് പോയിട്ട്. ഇനി ഞാനിവിടെ ഉണ്ടാക്കും. ഇനി കുറച്ച് നാളത്തേക്ക് ഞാനിവിടെ തന്നെ ഉണ്ടാക്കും, എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ. ആണോ? അതേതായാലും നന്നായി. അല്ല അച്ഛൻ വരൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു തുറച്ചിടാനുള്ള ഏർപ്പാട് ചെയ്യുമായിരുന്നല്ലോ. ഇതിപ്പോ ആകെ പൊടി പിടിച്ച് കിടക്കുക. എങ്ങനെ ഇപ്പോ അവിടെ താമസിക്കുക? അല്ല അപ്പൊ ഇവിടെ ആരും താമസമില്ലേ? അച്ഛനൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ജോസഫേട്ടൻ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അറിഞ്ഞില്ലായിരുന്നു എന്ന് വെച്ചാ എന്തറിഞ്ഞില്ലായിരുന്നു എന്നാ? അയ്യോ അച്ഛനെന്നെ ജോസഫേട്ടാന്നൊക്കെ വിളിക്കുമ്പോ അത് വേണ്ട. ഞാൻ വിളി മാറ്റാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ വിളിച്ചു നോക്ക് ഒരു കുഴപ്പമില്ല. കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ഇങ്ങനെയല്ലേ വിളിച്ചെടുക്കുന്നത്, പെട്ടെന്ന് ഇങ്ങനെ മാറ്റുന്നത്. പിന്നെ അതൊക്കെ വിട്. ജോസഫേട്ടൻ പറ, എന്തറിഞ്ഞു എന്നാ? ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അവര് അന്ന് വീട്ടില് സേവ്യറും എൽസയും ജോണും ജീനയും പിന്നെ നമ്മുടെ മിന്നിക്കൊച്ച ഉണ്ടായിരുന്നത്. ആ ഒരു സംഭവത്തില് അവര് 4 പേരും അങ്ങ് പോയി. പിന്നെ മിന്നിക്കൊച്ചിനാണെങ്കിൽ പിന്നെ ആരും കണ്ടതേയില്ല. പിന്നെ പോലീസൊക്കെ കുറെ അന്വേഷണം നടത്തിയതാ, പക്ഷെ ആർക്കും ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അറിയാലോ നമ്മുടെ നാട്ടിലിപ്പോ എന്ത് തന്നെ നടന്നോട്ടെ, എല്ലാവരും അതിൻ്റെ പുറകെ കുറച്ച് നാളത്തേക്ക് കാണും. അടുത്ത് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ പുറകെ ആകും. അതുപോലെ ഇതും മറന്നുപോയി എന്ന് വേണം പറയാൻ. അതൊക്കെ കഴിഞ്ഞ് 1-2 മാസം അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരും പോയി. പിന്നെ ഇതുവരെ ആരും ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എനിക്കവരെ കാണുന്നുണ്ടായിരുന്നു. എവിടെ അവരെ? നമ്മുടെ പള്ളി തന്നെയാ, അങ്ങോട്ട് പോയാൽ മതി. അവിടെ ഉണ്ട് അവര്. അല്ല അപ്പോ അച്ഛൻ വരുന്ന കാര്യം ആരോടും പറഞ്ഞില്ലായിരുന്നോ? എന്താ ശരിക്കും സംഭവിച്ചേ? അല്ല എവിടെയായിരുന്നു ഏട്ടത്തി? ഏട്ടനെന്നാ ഏട്ടത്തിനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ല്, ഞങ്ങൾ വന്നേക്കാം. എടാ സത്യം പറഞ്ഞ എനിക്കും മനസ്സിലായിട്ടില്ല എന്താ സംഭവിച്ചത്. ചിലപ്പോ ഒറ്റയ്ക്ക് കാട്ടിൽ അങ്ങനെ പെട്ടെന്ന് പാനിക്കായി അൺകോൺഷ്യസ് ആയതാവാം. എന്താണെന്ന് അറിയത്തില്ല. ഏട്ടത്തി പറയുന്നത് പെട്ടെന്ന് എന്തോ ഡാർക്ക്നെസ് അടുത്തോട്ട് വന്നെന്നോ. പിന്നെ എന്താ സംഭവിച്ചതെന്നൊന്നും ഏട്ടത്തിക്ക് വലിയ പിടിയില്ല.
പിന്നെ ആണെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, ഏതോ ഒരു കൂട്ടിയിട്ട റൂമില് അപ്പൂനെ കണ്ടെന്നുള്ള കാര്യമാണ് ഏട്ടത്തി പറഞ്ഞത്. കണ്ണു പറഞ്ഞുടനെ അപ്പൂനെ അന്വേഷിച്ചത്. എടാ അതൊക്കെ വിട്, ഇപ്പോ ധാരനെ കിട്ടിയില്ലേ, ഇനിയിപ്പോ നമുക്ക് എത്ര പെട്ടെന്ന് അങ്ങോട്ട് പോകാം. എടാ അത് തന്നെ നല്ലത്. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് എന്തിനാ, നമുക്ക് പോകാം. എന്തായിരിക്കും സംഭവിച്ചത്? എടാ അതാ പറഞ്ഞേ, നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. പിന്നെ അപ്പോഴേക്കാണെങ്കിലും താരേച്ചി ഓക്കെ ആവുമല്ലോ, അപ്പൊ നമുക്കെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഇതിനാണോ, ഇതിന് വേണ്ടിയിട്ടാണോ എന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്? ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ? ഇതെന്താ എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്? അതെ, എനിക്ക് ഉറപ്പാ ഈ കല്ലറയിലുള്ളത് എൻ്റെ അപ്പച്ചനും അമ്മച്ചയല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചയും അവരെവിടെ? അവർക്ക് പകരം അവരുടെ പേരിൽ ഇവിടെ ഈ കല്ലറയിലുള്ളത് ആരാ?